ഞങ്ങളുടെ സ്ഥലത്തെ പുഷ്പമേള നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലം ഏതെന്ന് കമൻറ്റ് ചെയ്യണേ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും എവിടെയാണ് ഈ സ്ഥലം എന്നൊക്കെ. പോയവരൊന്ന് കമൻറ്റ് ചെയ്യണേ, പോയിട്ടുണ്ടോ ഇല്ലയെന്ന്. എല്ലാ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ പേഴ്സണലി എൻ്റെ അഭിപ്രായം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് അറിയത്തില്ല, എന്തൊക്കെയോ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു നേരത്തേനേക്കാളും. നേരത്തെ ആണെങ്കിൽ എന്തൊക്കെയോ ഒരു എനിക്കെന്തോ ഇഷ്ടപ്പെടാതെ. ഇപ്പോഴാണ് വെറൈറ്റി പൂക്കളും എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഈ ഡിനോസർ ഇപ്പോൾ തലയാട്ടോ, ഞാൻ കണ്ടായിരുന്നു തലയാട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിച്ചാൽ ഈ വെള്ളത്തിനടുത്ത് കുറച്ച് മീനൊക്കെ ഇടുവായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വെറൈറ്റി ആയിരുന്നു. അവർക്ക് എന്ത് ചെയ്യാനാ, ബുദ്ധിയില്ല. ഈ വെള്ളത്തിൻ്റെയൊക്കെ കുറച്ച് ഡിഫറെൻറ്റാണ്. ഇതിന് ഈ ഓയിൽ പെയിൻ്റ് ആവും. ഇത് ആസ്വദിക്കാൻ അറിയാവുന്നവരൊക്കെ കണ്ട് ആസ്വദിക്കുക, അല്ലാത്ത എന്നെപ്പോലുള്ളവരൊക്കെ കണ്ടിട്ട് നേരെ പോവുക. ആ ഡോൾഫിനെ കണ്ട, ആ ഡോൾഫിനൊക്കെ പൂക്കൾ വെച്ചുണ്ടാക്കിയതാണ്. അതിനുള്ളിൽ വേറെ എന്തെങ്കിലും കാണും, പക്ഷേ നല്ലൊരു പൂക്കൾ ഒട്ടിച്ച് വെച്ചിരിക്കുക. കർത്താവൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. മുതല ഇരിപ്പുണ്ട്, ഒരു പച്ചക്കറി വെച്ച് ആ കോഴീനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു കരടിയെ കണ്ടോ, ഒരു ക്യൂട്ട് കരടി. പിന്നുള്ളത് ഹാളുകളാട്ടോ, ബുക്ക് എല്ലാം സംഭവം കിട്ടും, പക്ഷെ ഭയങ്കര റേറ്റാണ് കേട്ടോ. ഈ മൊബൈലുണ്ടോ, ഈ മൊബൈൽ എൻ്റെ കയ്യിൽ പണ്ട് ഒരു 150 ഉണ്ടെങ്കിൽ ഞാൻ അമ്മയെ കൊണ്ട് വീണ്ടും വാങ്ങിപ്പിക്കും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെന്തോ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എൻ്റെ ജനറേഷനിലും എന്നേക്കാൾ മുന്നേ ഉള്ള ജനറേഷനിലുള്ള ആൾക്കാർക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. അത്രയൊരു കിടിലൻ ഫോൺ വേറെ ഇല്ല. ഇതുവരെ ഉള്ളത് വെറൈറ്റി കൊണ്ടുണ്ട്. സ്കൈ ഡൈനിങ് ഒക്കെ ഉണ്ട്, പിന്നെ സ്കൈ വീലും മറ്റേ ഊഞ്ഞാലൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഊഞ്ഞാൽ നേരത്തെ വേറൊരു സൈഡിലോട്ടായിരുന്നു വെച്ചിരുന്നത്, അതുകൊണ്ടൊന്നും ശരിക്കും ആടാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഇപ്പം ശരിക്കും ഇങ്ങനെ തലകുത്തനെ ആടാൻ പറ്റുന്നുണ്ട്. ഞാൻ കയറില്ല കേട്ടോ, ഒരു സേഫ്റ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനകത്തൊന്നും കയറില്ല കേട്ടോ. കൊച്ചു പിള്ളേരെയും കൊണ്ടും നിങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരു ചെറിയ ശ്രദ്ധ മതി അതിനകത്തുനിന്ന് വീഴാനൊക്കെ കേട്ടോ. കിളിയൊക്കെയാണ് ഗൈസ്, ഇതാണ് കിളി കിടന്ന് ഉറങ്ങുക കേട്ടോ. ഞങ്ങൾ എന്നിട്ട് അതെല്ലാം കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.